ഒരു 2 വർഷത്തിന് ശേഷമുള്ള വീഡിയോ. ഈ ഇരിക്കുന്ന കുട്ടിക്കുറുമ്പനുണ്ടല്ലോ, ജോസൂട്ടൻ. ഇവൻ 5 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് നൈജീരിയയിൽ നിന്ന് പോന്നത്. ഇവന് ഡെലിവറി ഡേറ്റ് ആയപ്പോൾ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്ത് പോന്നു. ഇനി മറ്റൊരു കൺട്രി നോക്കാം, അവിടെ സെറ്റിൽ ആവാം എന്നൊരു പ്ലാനൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. നൈജീരിയയിൽ നിന്നൊരു ഓഫർ വന്നു, അത് വിട്ടുകളയാൻ തോന്നിയില്ല. അത് 2 വർഷത്തിന് ശേഷം വന്നൊരു ഓഫറാണ്. അതിൻ്റെ ഇടയിൽ പല ഇൻ്റർവ്യൂസ് വന്നു, അറ്റൻഡ് ചെയ്തു. അങ്ങോട്ടൊന്നും ഹസ്ബൻഡിന് ഒട്ടും പോകാൻ ഓക്കെ ആയിരുന്നില്ല. ഇപ്പം നൈജീരിയയിൽ നിന്ന് വന്ന് കിട്ടിക്കഴിഞ്ഞപ്പം എന്തോ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഇതാ പെട്ടി പാക്കിങ്ങിന് മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ജോസൂട്ടനാണ്. അവനിതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണേ. അവൻ്റെ വിചാരം ഞങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടേക്കും ഒരു ട്രിപ്പ് പോവുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് വലിയ ഇൻട്രസ്റ്റോടു കൂടി പെട്ടി പാക്കിങ്. 2 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇച്ച ജോലിക്ക് പോകുന്നത്. കൊച്ചുണ്ടായ നാൾ മുതലേ അവൻ്റെ അരികിൽ അവൻ്റെ അപ്പയുണ്ട്. അപ്പയായിട്ട് കൊച്ചിന് വല്ലാത്തൊരു ബോണ്ടിങ് ആണ്. പെട്ടി പാക്കിങ്ങിലെല്ലാം കൊച്ചു മുന്നിലുണ്ടെങ്കിലും അവൻ്റെ വിചാരം ഞങ്ങളെവിടെയോ മൊത്തത്തിലൊരു ട്രിപ്പ് പോവുകയാണ് എന്നതാണ്. അവനെ എന്നും പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു, അപ്പ ജോലിക്ക് പോവാണ്, നൈജീരിയയിൽ പോവാണ് എന്നൊക്കെ. കുഞ്ഞല്ലേ, അവൻ എത്രമാത്രം മനസ്സിലാവും. അങ്ങനെ ആ ഒരു പോവേണ്ട ദിവസം എടുത്തു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഞാനും എൻ്റെ ഇച്ചയും നേരത്തെ തീരുമാനിച്ചായിരുന്നു പോകാൻ ഇറങ്ങാൻ നേരത്ത് രണ്ടുപേരും കരയില്ല എന്നത്. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി സന്തോഷത്തോടെയാണ് ഇച്ചാൻ ഞങ്ങൾ യാത്രയാക്കിയത്. കൊച്ചാണെങ്കിലോ അപ്പനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അവനെ ഒരു വിധത്തിൽ നിന്ന് ഈച്ചയിൽ നിന്ന് മാറ്റി നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്തായാലും തിരിച്ച് നൈജീരിയയിലോട്ട് എത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ 1 വർഷത്തിന് ശേഷം ഞങ്ങൾ ഫാമിലിയായിട്ട് വീണ്ടും നൈജീരിയയിലുണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.